സങ്കീർത്തനം 31. കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിക്കരുതേ. നിന്റെ നീതിയാൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ചെവി എൻ്റെ അടുക്കിലേക്ക് ചായ്ച്ച് വേഗത്തിൽ എന്നോട് ഉത്തരമരുളണമേ. ദൈവമേ, നീ എനിക്ക് സഹായകനും സങ്കേതവുമായി തീർന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവെ, നീ എൻ്റെ ബലവും എൻ്റെ സങ്കേതവുമാകൊണ്ട് തിരുനാമനിമിത്തം എന്നെ ആശ്വസിപ്പിക്കണമേ. നീ എൻ്റെ സഹായകനാകൊണ്ട് അവർ എനിക്കായി വെച്ചിട്ടുള്ള കെണികളിൽ നിന്ന് എന്നെ പുറത്താക്കണമേ. നീതിയുള്ള ദൈവമായ കർത്താവെ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്കൽ സമർപ്പിച്ചു. നീ എന്നെ രക്ഷിക്കുകയും ചെയ്തു. വ്യർത്ഥമൂർത്തികളെ ആരാധിക്കുന്നവരെ നീ വെറുത്തു. കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ഞാൻ നിൻ്റെ കൃപയിൽ സന്തോഷിച്ചു ആനന്ദിക്കും. എന്തെന്നാൽ നീ എൻ്റെ ക്ഷീണാവസ്ഥയെ കണ്ട് എൻ്റെ സ്വന്തം ഞെരുക്കത്തെ ഗ്രഹിച്ചിരിക്കുന്നു. നീ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചില്ല. എൻ്റെ കാലുകളെ ആശ്വാസ സ്ഥലത്ത് നിർത്തി. കർത്താവെ, എനിക്ക് ദുഃഖമായിരിക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. വ്യസന നിമിത്തം എൻ്റെ കണ്ണും എൻ്റെ ആത്മാവും എൻ്റെ ഉദരവും കലങ്ങിയിരിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ആയുസ് അരിഷ്ടതയിലും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പുകളിലും കഴിച്ചുകൂട്ടി. ദാരിദ്ര്യത്താൽ എൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു. എൻ്റെ സർവ്വശത്രുക്കളും നിമിത്തം എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു. ഞാൻ എൻ്റെ അയൽക്കാർക്ക് നിന്നെയും എന്നെ അറിയുന്നവർക്ക് ഭീതിയുമായി തീർന്നു. തെരുവീതിയിൽ എന്നെ കാണുന്നവർ എന്നിൽ നിന്ന് അറച്ചു മാറി നിന്നു. മരിച്ചവൻ എന്ന പോലെ ഹൃദയത്തിൽ നിന്ന് എന്നെ മറന്നുകളഞ്ഞു. ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായി തീർന്നു. എനിക്ക് വിരോധമായി ഒരുമിച്ച് ആലോചിച്ച് എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ വിചാരിച്ച അനേകരുടെയും ഉദ്ദേശം ഞാൻ കേട്ടറിഞ്ഞു. കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സമയങ്ങൾ തൃക്കൈകളിൽ ഇരിക്കുന്നു. എൻ്റെ ശത്രുക്കളിൽ നിന്നും എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിൻ്റെ ദാസൻ്റെ നേരെ തിരുമുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഞാൻ നിന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ലജ്ജിക്കുകയില്ല. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. നീതിമാന് വിരോധമായി വ്യാജവും ആക്ഷേപവും സംസാരിക്കുന്ന അധർമ്മികളുടെ അധരങ്ങൾ അടഞ്ഞുപോകും. മനുഷ്യരുടെ മുൻപാകെ നിന്നിൽ ആശ്രയിക്കുന്ന നിൻ്റെ ഭക്തന്മാർക്ക് നീ സംഗ്രഹിച്ചിരിക്കുന്ന നിൻ്റെ കൃപകൾ എത്ര ബഹുലമാകുന്നു. മനുഷ്യരുടെ കലഹത്തിൽ നിന്ന് തിരുമുഖത്തിൻ്റെ മറവിൽ നീ അവരെ മറയ്ക്കും. തർക്കത്തിൽ നിന്നോ നിൻ്റെ നിഴലിൽ അവരെ ഒളിപ്പിക്കുകയും ചെയ്യും. ബലമുള്ള നഗരത്തിൽ ഉത്തമന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. തൃക്കണ്ണുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ നശിച്ചുപോയി എന്ന് എൻ്റെ പരിഭ്രമം കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എൻ്റെ അപേക്ഷയുടെ ശബ്ദം കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധന്മാരെ, കർത്താവിനെ സ്നേഹിപ്പിൻ. കർത്താവ് വിശ്വാസികളെ കാത്തുകൊള്ളുകയും അന്യായക്കാരോട് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന ഏവരുമേ ധൈര്യപ്പെടുവിൻ. നിങ്ങളുടെ ഹൃദയം ബലപ്പെടട്ടെ.